Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ Adobe Photoshop 2025-ലും Photoshop Beta 26.1-ലും ലഭിച്ച ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫോട്ടോഗ്രാഫി, ഡിസൈനിങ്, ഡിജിറ്റൽ ആർട്ട് തുടങ്ങിയ ഏത് മേഖലകളിലും ക്രിയേറ്റിവിറ്റിയെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സുമായാണ് Adobe Photoshop 2025 വേർഷൻ റിലീസായിരിക്കുന്നത്. ഏതൊക്കെയാണ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്, ഈ ഫീച്ചേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം തുടങ്ങിയ എല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. Photoshop 2025-ലെ ആദ്യത്തെ അപ്ഡേറ്റ് റിമൂവ് ടൂളിലാണ്. ഈ ടൂൾ യൂസ് ചെയ്ത് വയേഴ്സ്, പീപ്പിൾ, അൺവാണ്ടഡ് ഒബ്ജക്ട്സ് തുടങ്ങിയ നമ്മുടെ ഇമേജിൽ നിന്നും ഒറ്റ ക്ലിക്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ഒരു ഇമേജിലാണ് ഡിസ്ട്രാക്ഷൻ റിമൂവൽ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ടൂൾ ബാറിൽ നിന്നും റിമൂവ് ടൂൾ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. പ്രോപ്പർട്ടീസിൽ ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ആയി വയേഴ്സ് ആൻഡ് കേബിൾസ്, പീപ്പിൾ എന്നിങ്ങനെ രണ്ട് സെക്ഷനുകൾ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ വയേഴ്സ് ആൻഡ് കേബിൾസ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഇമേജിലുള്ള എല്ലാ വയേഴ്സിനെയും ഒറ്റ ക്ലിക്കിൽ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇവിടെ മോഡ് എന്ന ഈ ഒരു ഓപ്ഷനും കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോ, ജനറേറ്റീവ് AI ഓൺ, ജനറേറ്റീവ് AI ഓഫ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഇതിൽ കാണാവുന്നതാണ്. AI യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ ആ ഡിസ്ട്രാക്ഷൻസ് റിമൂവ് ആവുന്നതിനായി കുറച്ച് ടൈം എടുക്കുന്നതാണ്. ഇവിടെ ഓട്ടോ എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഇമേജിനനുസരിച്ച് AI ഓൺ ആയോ ഓഫ് ആയോ സെലക്ട് ആവുന്നതാണ്. ഇതിൽ ഓട്ടോ എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അടുത്തതായി ഈ കേബിൾസിനെ റിമൂവ് ചെയ്യുന്നതിനായി ലെയർ വിൻഡോയിൽ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇനി സാമ്പിൾ ഓൾ ലെയേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മൾ ചെയ്യുന്ന ഡിസ്ട്രാക്ഷൻ റിമൂവൽ ലെയേഴ്സായി ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഇനി ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിൽ നിന്നും വയേഴ്സ് ആൻഡ് കേബിൾ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. വളരെ ക്വിക്കായി നമ്മളുടെ ഇമേജിൽ നിന്നും എല്ലാ വയേഴ്സുകളെയും റിമൂവ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ന്യൂ ലെയർ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇവിടെ കാണാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഇതിൽ കാണുന്ന ഈ പീപ്പിൾസിനെയാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസിൽ നിന്നും പീപ്പിൾ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഈ ഇമേജിലുള്ള പീപ്പിൾസ് ഇവിടെ സെലക്ട് ആയതായി കാണാവുന്നതാണ്. ഇനി ഇതിൽ നിന്നും ഈ പീപ്പിൾസിനെ റിമൂവ് ചെയ്യുന്നതിനായി പ്രോപ്പർട്ടീസിൽ കാണുന്ന ഈ ഒരു അപ്ലൈ എന്ന ടിക്ക് ഓൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഒരു പീപ്പിൾസ് ഇതിൽ നിന്നും റിമൂവ് ആയിരിക്കുകയാണ്. അടുത്തതായി ഇവിടെ കാണുന്ന ഈ ഒരു പോസ്റ്റാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യുന്നതിനായി റിമൂവ് ടൂൾ യൂസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഏരിയ റഫായി ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായി ആ ഏരിയ ഇതുപോലെ റിമൂവ് ആയതായി കാണാവുന്നതാണ്. വിസിബിലിറ്റി ഓഫ് ചെയ്ത് നമുക്കിതിൻ്റെ ബിഫോർ ആഫ്റ്റർ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വളരെ ക്വിക്കായി ഏതൊരു ഇമേജിലെയും ഡിസ്ട്രാക്ഷൻസിനെ ഒരു സിംഗിൾ ക്ലിക്കിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ജനറേറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഫീച്ചറാണ്. ഈ കാണുന്ന പെർഫ്യൂമിന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഇതുപോലെ റഫായി നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി ജനറേറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ ഇതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ജനറേറ്റ് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിലേക്ക് ഈ ഒരു പെർഫ്യൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റ് ചെയ്യാം. ഇവിടെ 3 വേരിയേഷൻസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലഭിച്ച 3 വേരിയേഷൻസ് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ പെർഫ്യൂമിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ ക്രിയേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. ഇനി ഈ വേരിയേഷൻസിൽ നിന്നും സിമിലർ ബാക്ക്ഗ്രൗണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് സിമിലർ എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മൾ സെലക്ട് ചെയ്ത വേരിയേഷൻസിൻ്റെ 3 ഡിഫറെൻറ്റ് വേരിയേഷൻസ് ക്രിയേറ്റ് ആയി ലഭിക്കുന്നതാണ്.
ഈ വേരിയേഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത വേരിയേഷൻസിനെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ എൻഹാൻസ് ഡീറ്റെയിൽ എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മൾ സെലക്ട് ചെയ്ത ഇമേജിൻ്റെ എൻഹാൻസ് ഡീറ്റെയിൽ വേർഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയിലേക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നല്ല ഫീച്ചറാണിത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അപ്ഡേറ്റ് ഫോട്ടോഷോപ്പ് ബീറ്റ വേർഷനിലാണ് ലഭിച്ചിരിക്കുന്നത്. പ്രൊജക്റ്റുകളിലേക്ക് 3D അസറ്റ്സിനെ പ്ലേസ് ചെയ്യാനും ആ ഒബ്ജക്റ്റുകളെ സ്മാർട്ട് ഒബ്ജക്ട്സായി എഡിറ്റ് ചെയ്യാനും ഈ അപ്ഡേറ്റിലൂടെ സാധിക്കുന്നതാണ്. അഡോബ് സബ്സ്റ്റൻസ് 3D വ്യൂവർ പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ 3D ഒബ്ജക്റ്റുകളെ ഫോട്ടോഷോപ്പിലേക്ക് പ്ലേസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നത്. ഫോട്ടോഷോപ്പ് ബീറ്റ വേർഷനിൽ 3D ഒബ്ജക്ട്സിനെ പ്ലേസ് ചെയ്യുന്നതിനായി ക്രിയേറ്റീവ് ക്ലൗഡിൽ ആപ്പ് സെലക്ട് ചെയ്ത് അതിൽ ബീറ്റ എന്ന ഒരു സെക്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം സബ്സ്റ്റൻസ് 3D വ്യൂവർ ബീറ്റ എന്ന ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫോട്ടോഷോപ്പിലേക്ക് 3D ഒബ്ജക്ട്സിനെ പ്ലേസ് ചെയ്യാം. ഫോട്ടോഷോപ്പ് ബീറ്റ 26.1 വേർഷനാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആദ്യമായി ഡൗൺലോഡ് ചെയ്ത ഒരു 3D ഹെഡ്ഫോൺ ഫയൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഫോട്ടോഷോപ്പിലേക്ക് ഈ ഒരു 3D ഒബ്ജക്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തപ്പോൾ നമ്മുടെ ലെയർ സെക്ഷനിൽ ഗ്രീൻ ഹെഡ്ഫോൺസ് എന്ന ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആഡ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഇനി ഇതിനെ എഡിറ്റ് ചെയ്യുന്നതിനായി പ്രോപ്പർട്ടീസിൽ എഡിറ്റ് കണ്ടൻസ് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു 3D ഒബ്ജക്ട്സിനെ ഇതുപോലെ ഈ ഒരു സബ്സ്റ്റൻസ് 3D വ്യൂവറിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു 3D ഒബ്ജക്ട്സിനെ ഓർബിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്നതിനായി മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൗസിനെ മൂവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഓർബിറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു 3D ഒബ്ജക്റ്റിനെ ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒബ്ജക്റ്റിനെ പാൻ ചെയ്യണമെങ്കിൽ മൗസിൻ്റെ മിഡിൽ ബട്ടൺ ഹോൾഡ് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒബ്ജക്റ്റിനെ പാൻ ചെയ്ത് ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ സൂം ചെയ്യണമെങ്കിൽ കീബോർഡിൽ ഓൾട്ട് ഹോൾഡ് ചെയ്ത് മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇതുപോലെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒബ്ജക്ട്സിനെ വ്യൂ ചെയ്യാനും ക്യാൻവാസിൽ പ്ലേസ് ചെയ്യാനും ഈ 3D സബ്സ്റ്റൻസ് വ്യൂവറിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു ആംഗിളിൽ ഞാൻ ഈ ഒരു ഹെഡ്സെറ്റ് ഇതുപോലെ പ്ലേസ് ചെയ്യുകയാണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു എൻവയോൺമെൻറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ട് പ്ലെയിൻ എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് നമുക്കിതിൻ്റെ ഷാഡോ ഇതുപോലെ പ്ലേസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ലൈറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ലൈറ്റ് പ്രിസെറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ലൈറ്റ് പ്രിസെറ്റ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സ്റ്റുഡിയോ, എക്സ്റ്റീരിയർ, അറ്റ്ലിയർ തുടങ്ങിയ 3 ടൈപ്പ് ലൈറ്റ് പ്രിസെറ്റ്സ് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പ്രിസെറ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ റൊട്ടേഷൻ, ബ്രൈറ്റ്നെസ് തുടങ്ങിയ ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ റിഫ്ലക്ഷൻ നമുക്കിതുപോലെ കാണാവുന്നതാണ്. ഇനി ഈ 3D ഒബ്ജക്ട്സിനെ ഇതിൻ്റെ മെറ്റീരിയൽസിനെ മോഡിഫൈ ചെയ്യാനും ഈ സബ്സ്റ്റൻസ് 3D വ്യൂവറിൽ സാധിക്കുന്നതാണ്. മെറ്റീരിയൽസിനെ മോഡിഫൈ ചെയ്യുന്നതിനായി അപ്പിയറൻസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി മെറ്റീരിയൽ അനുസരിച്ച് ഈ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ മെറ്റീരിയൽസിനെ മോഡിഫൈ ചെയ്യാൻ ഇവിടെ നിന്നും സാധിക്കുന്നതാണ്. ഈ ഹെഡ്സെറ്റിൻ്റെ ഈ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ബേസ് കളറിൽ ഒരു ടെക്സ്ചർ ഇതിൽ പ്ലേസ് ചെയ്തതായി കാണാവുന്നതാണ്. ഇനി ഈ ടെക്സ്ചറിന് പകരം നമുക്കൊരു കളർ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു കളർ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കളർ, ട്രാൻസ്ലൂസൻസി, അബ്സോർപ്ഷൻ കളർ തുടങ്ങിയ ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ മെറ്റീരിയൽ പ്രിസെറ്റ്സ് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് മെറ്റീരിയൽസ് നമുക്കിതിൽ കാണാവുന്നതാണ്. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു മെറ്റീരിയലിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ഇതുപോലെ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തപ്പോൾ ആ മെറ്റീരിയൽ ഇവിടെ അസൈൻ ആയിരിക്കുകയാണ്. ഇനി ഈ മെറ്റീരിയലിലുള്ള ഈ ഒരു ടെക്സ്ചറിൻ്റെ ടൈലിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി റിപ്പീറ്റ് എന്ന ഈ ഒരു സെക്ഷനിൽ ഈ ഒരു XY ഡയറക്ഷനിൽ വാല്യൂസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ ഒരു ടെക്സ്റ്റിൻ്റെ പാറ്റേൺ ഇവിടെ റെഡ്യൂസ് ആയതായി കാണാവുന്നതാണ്. ഇതുപോലെ പാറ്റേൺസിനെ ഓഫ്സെറ്റ് ചെയ്യാനും പാറ്റേൺ ടൈലിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടാതെ ഇതിൻ്റെ കോട്ട് കളർ, കോട്ട് റഫ്നെസ്, മെറ്റാലിക്, റഫ്നെസ് തുടങ്ങിയ സെറ്റിംഗ്സും ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് 3D ഒബ്ജക്റ്റുകൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. മെറ്റൽ, ലെതർ, ഫാബ്രിക് തുടങ്ങിയ ധാരാളം മെറ്റീരിയൽ സെക്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഒരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ ഞാൻ ഈ ഒരു മോഡലിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുകയാണ്. ഇതിന് ടൈലിംഗ് നമുക്കിവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്ത്
ടു ഫോട്ടോഷോപ്പ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ അപ്ഡേറ്റ്സിനെ ഫോട്ടോഷോപ്പിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഈ ഒരു ഹെഡ്സെറ്റ് ആ സെയിം പൊസിഷനിൽ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ 3D ഒബ്ജക്ട്സുകളെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഫോട്ടോഷോപ്പിലേക്ക് പ്ലേസ് ചെയ്യാനും അതിനെ എഡിറ്റ് ചെയ്യാനും സബ്സ്റ്റൻസ് 3D വ്യൂവർ ബീറ്റ പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് സാധിക്കുന്നതാണ്. അടുത്തതായി OBJ ഫോർമാറ്റിലുള്ള ഒരു ഫെറാറി കാറാണ് ഫോട്ടോഷോപ്പിലേക്ക് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കാറിനെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ ഒരു കാർ ഇതുപോലെ സ്മാർട്ട് ഒബ്ജക്റ്റായി ലഭിച്ചിരിക്കുകയാണ്. ഇനി എഡിറ്റ് കണ്ടൻസ് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സബ്സ്റ്റൻസ് 3D വ്യൂവറിൽ നമുക്ക് ഈ ഒരു കാർ ഇതുപോലെ ഓപ്പണായി ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ മെറ്റീരിയൽസ്, ഇതിൻ്റെ എൻവയോൺമെൻറ്റ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഒരു എക്സ്റ്റീരിയർ ടൈപ്പാണ് ഞാനിവിടെ എൻവയോൺമെൻറ്റ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ റൊട്ടേഷൻ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ നിന്നും സെറ്റ് ചെയ്യാം. ഗ്രൗണ്ട് പ്ലെയിൻ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യാം. ഈ ഒരു കാറിൻ്റെ ഷാഡോസ് ഇവിടെ കാണാവുന്നതാണ്. ഇനി ഈ ഒരു ഒബ്ജക്ട്സിൻ്റെ മെറ്റീരിയൽസിനെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ മോഡിഫൈ ചെയ്യാം. ഇവിടെ ഒരു ലോഗോ സെക്ഷനിൽ ഒരു കളറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇമേജ് എന്ന ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ലോഗോ ഇതുപോലെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഏതൊരു 3D ഒബ്ജക്ട്സിനെയും ഫോട്ടോഷോപ്പിലേക്ക് വളരെ ഈസിയായി പ്ലേസ് ചെയ്യാനും അതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മോഡിഫൈ ചെയ്യാനും ഈ സബ്സ്റ്റൻസ് 3D വ്യൂവർ എന്ന ബീറ്റ പ്ലഗിനിലൂടെ സാധിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫി, ഡിസൈൻ, ഡിജിറ്റൽ ആർട്ട് തുടങ്ങിയ ഏത് മേഖലകളിലെ പ്രൊജക്റ്റുകളിലേക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുവാനായി ഫോട്ടോഷോപ്പ് 2025 ഈ അപ്ഡേറ്റ്സിലൂടെ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.